നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളി യുവതിയെയും 1.5 വയസ്സുകാരിയായ മകളെയും ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം കൊട്ടാരക്കര സ്വദേശി വിഭഞ്ചിക മണിയനും മകൾ വൈഭവിയുമാണ് മരിച്ചത്. മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കി അതിനുശേഷം മറ്റേ അറ്റത്ത് വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ കരുതുന്നത്. അൽ ബുഹേറ പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽ നഖ്ദയിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം. യുവതിയുടെ കഴുത്തിൽ ആത്മഹത്യയുടെ വ്യക്തമായ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവസ്ഥലം ഡോക്ടർമാർ പരിശോധിച്ചു. പ്രാഥമിക നിഗമനം അനുസരിച്ച് അമ്മയാണ് കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ് വിവരം. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു വിഭഞ്ചിക. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയർ ആണ് ഭർത്താവ് നിതീഷ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസം. വേർപിരിഞ്ഞായിരുന്നു രണ്ടുപേരും താമസിച്ചു വരികയായിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിലാണ് ഇവർക്കിടയിൽ തർക്കമുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭഞ്ചികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ വിവാഹമോചനത്തിനായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു നിതീഷ്. ബന്ധുക്കളാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. വിഭഞ്ചികയ്ക്ക് വിവാഹമോചനം നേടുക എന്നതിനോട് എതിർപ്പായിരുന്നു. വിവാഹമോചനം ഉണ്ടായാൽ ജീവിച്ചിരിക്കില്ല എന്ന് വിഭഞ്ചിക വീട്ടുജോലിക്കാരിയോടും മാതാവിനോടും പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ ഉറ്റവരടക്കമുള്ളവർ വെളിപ്പെടുത്തുന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭഞ്ചികയ്ക്ക് വക്കീൽ നോട്ടീസ് കിട്ടുന്നത്. തുടർന്ന് യുവതി മകളെ കൊലപ്പെടുത്തി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിയന്തര സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. ഉച്ചയ്ക്ക് 2 മണിയോടെ യുവതിയുടെ മൃതദേഹം ആശുപത്രിയിലേക്കും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് ലാബിലേക്കും മാറ്റി. ഷാർജ അൽ ഖാസിമി ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകും. മകളുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നാണ് നിതീഷ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടായ ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. എന്തായാലും വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. മകളെ കൊലപ്പെടുത്തിയ അമ്മ അതേ കയറിൽ തന്നെ തൂങ്ങി മരിച്ചു എന്നത് ഏറ്റവും വേദനാജനകം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ ഹോട്ടൽ ഉടമയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ്. തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിൽ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജ് കൊല്ലപ്പെട്ടത് ഹോട്ടൽ ജീവനക്കാരുമായുള്ള വാക്ക് തർക്കത്തിനിടെയുണ്ടായ സംഘർഷത്തിലെന്ന് പോലീസ് കണ്ടെത്തൽ. ഹോട്ടൽ ജീവനക്കാരനായ നേപ്പാൾ സ്വദേശി ഡേവിഡ്, വിഴിഞ്ഞം അടിമലത്തുറ സ്വദേശി രാജേഷ് എന്നിവരെ വിളിക്കാനായി ചൊവ്വാഴ്ച രാവിലെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ജസ്റ്റിൻ രാജ് എത്തിയിരുന്നു. അപ്പോഴായിരുന്നു ഇവർക്കിടയിൽ വഴക്കുണ്ടായത്. ജോലിക്കെത്താത്തത് സംബന്ധിച്ചുണ്ടായ വാക്ക് തർക്കം. ഇതിനിടെ പ്രതികളുടെ മർദ്ദനമേറ്റാണ് ജസ്റ്റിൻ രാജ് മരിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. മുൻ MLAയും CPM ജില്ലാ സെക്രട്ടറിയുമായിരുന്ന M സത്യനേശന്റെ മകൾ അജിതയാണ് ജസ്റ്റിൻ രാജിന്റെ ഭാര്യ. മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഏക മകൻ കിരൺ വിദേശത്ത് നിന്ന് എത്താറുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കരിക്കുക. ഏറെ നാൾ കോൺട്രാക്ടറായി പ്രവർത്തിച്ചിരുന്ന ജസ്റ്റിൻ രാജ് 3 പേർക്കൊപ്പം ചേർന്ന് 1 വർഷം മുൻപായിരുന്നു കോട്ടൺ ഹിൽ സ്കൂളിന് സമീപം കേരള കഫേ എന്ന ഹോട്ടൽ തുടങ്ങിയത്. ജസ്റ്റിനാണ് ദിവസവും പുലർച്ചെ 5-ന് ഹോട്ടൽ തുറക്കുന്നത്. 8 ജീവനക്കാർ ഹോട്ടലിലുണ്ടായിരുന്നു. ഇതിൽ ഡേവിഡും രാജേഷും കഴിഞ്ഞ ദിവസം ജോലിക്കെത്തിയില്ല. ഇവർ കടയിലെത്താത്തതിനെ തുടർന്ന് ഇവരെ അന്വേഷിച്ച് മാനേജറുടെ ഇരുചക്ര വാഹനത്തിൽ ജസ്റ്റിൻ രാജ് വാടക വീട്ടിലേക്ക് പോയി. വൈകിട്ടായിട്ടും ജസ്റ്റിനെ കാണാത്തതിനാൽ ഹോട്ടലിലെ മറ്റു ജീവനക്കാർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് പായ കൊണ്ട് മൂടിയ നിലയിൽ മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ വിഴിഞ്ഞം അടിമലത്തുറയിൽ നിന്ന് പ്രതികളെ പിടികൂടി. ജോലിക്ക് വരാതിരുന്ന നേപ്പാൾ സ്വദേശി ഡേവിഡ്, വിഴിഞ്ഞം അടിമലത്തുറ സ്വദേശി രാജേഷ് എന്നിവരെ വിളിക്കാനായിട്ടായിരുന്നു ഇവരുടെ വാടക വീട്ടിലേക്ക് ജസ്റ്റിൻ രാജ് എത്തിയത്. അവിടെ വെച്ചാണ് വാക്കേറ്റമുണ്ടായത്. വാക്കേറ്റത്തിനിടെ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. പ്രതികളുടെ മർദ്ദനമേറ്റാണ് ജസ്റ്റിൻ രാജ് മരിച്ചത്. രാവിലെ 8 മണിയോടെയായിരുന്നു കൊല നടന്നതെന്നാണ് സൂചന. മാത്രമല്ല, പ്രതികളെ പിടികൂടാൻ പോയ പോലീസുകാർക്ക് നേരെ ആക്രമണമുണ്ടായി. പിടിയിലാകുന്ന സമയം 2 പ്രതികളും അമിത മദ്യലഹരിയിലായിരുന്നു. പിടികൂടുന്നതിനിടെ ഇരുവരും ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയും മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിരുന്നു. അക്രമാസക്തരായ പ്രതികളെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ അതിക്രൂരമായ മർദ്ദനമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ. തലയ്ക്ക് പിന്നിൽ ഗുരുതര ക്ഷതമേറ്റു. ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവമുണ്ടായി. കയർ, തുണി എന്നിവയിലൊന്ന് ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കിയതിന്റെ പാടുകൾ കഴുത്തിൽ കണ്ടെത്തിയിരുന്നു. ശക്തമായ ഇടിയിൽ നെഞ്ചിൽ രക്തം കട്ട പിടിച്ചു. മദ്യലഹരിയിലായിരുന്ന പ്രതികൾ ജസ്റ്റിന്റെ തല പിടിച്ച് ചുവരിലടിച്ചു. മാത്രമല്ല, കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ജീവനക്കാർ ജോലിക്ക് എത്താത്തത് അന്വേഷിച്ച് അവരുടെ താമസ സ്ഥലത്ത് എത്തിയപ്പോഴായിരുന്നു ഈ അതിക്രൂരമായ കൊലപാതകം നടന്നത്. ജോലിക്ക് എത്താത്തതിന്റെ പേരിൽ ജീവനക്കാരെ പിരിച്ചുവിടാനും വാടക വീട്ടിൽ നിന്ന് പുറത്താക്കാനും തീരുമാനിച്ചതിലുള്ള പകയാണ്
കൊലയിൽ കലാശിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഹോട്ടലിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് ജോലിയിൽ പ്രവേശിച്ച നേപ്പാൾ സ്വദേശി ഡേവിഡ് ദിൽകുമാർ, വിഴിഞ്ഞം അടിമലത്തുറ സ്വദേശി ആർ രാജേഷ് എന്നിവരാണ് പ്രതികൾ. ജ്യൂസ് ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു ഡേവിഡിന്. രാജേഷിനായിരുന്നു പാചകത്തിന്റെ ചുമതല. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. ഡേവിഡും രാജേഷും ഉൾപ്പെടെ 3 ജീവനക്കാരാണ് ഈ ആക്രമണം നടക്കുന്ന സമയം വീട്ടിലുണ്ടായിരുന്നത്. ഇവരെ മദ്യപിച്ച് ലെക്ക് കിട്ട നിലയിൽ കണ്ടതോടെ ജസ്റ്റിൻ ദേഷ്യപ്പെടുകയായിരുന്നു. ഇനി ജോലിക്ക് വരേണ്ടെന്നും ഉടൻ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നും ജസ്റ്റിൻ രാജ് പറഞ്ഞു. തുടർന്ന് വാക്കേറ്റം രൂക്ഷമായി. പ്രതികൾക്കൊപ്പമുണ്ടായിരുന്ന ജീവനക്കാരൻ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഡേവിഡിന്റെയും രാജേഷിന്റെയും സാധനങ്ങൾ ജസ്റ്റിൻ പുറത്തേക്ക് വാരിയിട്ടത്. ഇതിൽ പ്രകോപിതരായ ഇരുവരും ജസ്റ്റിനെ ആക്രമിച്ചു. ജസ്റ്റിനെ മുറിയിലിട്ട് ക്രൂരമായി അടിച്ച സംഘം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഉറപ്പിച്ചതോടെ മൃതദേഹം വീടിന് പുറത്ത് അടുക്കളയുടെ ഭാഗത്തെത്തിച്ചു. തുടർന്ന് മൃതദേഹം പായ കൊണ്ട് മൂടിയ സംഘം ജസ്റ്റിന്റെ ബൈക്കിൽ വിഴിഞ്ഞത്തേക്ക് പോവുകയായിരുന്നു. ജസ്റ്റിൻ രാജിന്റെ ATM കാർഡ് കൈക്കലാക്കി പണമെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം നടന്നില്ല. വിഴിഞ്ഞത്ത് ബൈക്ക് പണയം വെച്ച് കിട്ടിയ പണവുമായി ഒളിവിൽ പോകാൻ ശ്രമിക്കുമ്പോഴായിരുന്നു പോലീസിന്റെ പിടിയിൽ പ്രതികൾ കുടുങ്ങിയത്. നെയ്യാറ്റിൻകര സ്വദേശിയായ ജസ്റ്റിനും കുടുംബവും 25 വർഷം മുൻപായിരുന്നു ഇടപ്പഴിഞ്ഞിൽ താമസത്തിനെത്തിയത്. കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറായിരുന്ന അദ്ദേഹം ടാക്സി സർവീസ് ബിസിനസ് നടത്തിയിരുന്നു. 1 വർഷം മുൻപായിരുന്നു 3 സുഹൃത്തുക്കൾക്കൊപ്പം ഹോട്ടൽ തുടങ്ങിയത്. രാവിലെ പതിവായി ഹോട്ടൽ തുറക്കുന്നതും നോക്കി നടത്തുന്നതും അദ്ദേഹമായിരുന്നു. ജോലിക്കാർ തുടർച്ചയായി അവധിയെടുക്കുന്നതും മദ്യപിച്ച് വീട്ടിൽ കിടക്കുന്നതും ഹോട്ടലിന്റെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിച്ചു. അത് ഹോട്ടലിന്റെ പ്രവർത്തനത്തെ വരെ പ്രതിസന്ധിയിലാക്കി. രാജേഷിനെയും ഡേവിഡിനെയും വിളിക്കാൻ ഹോട്ടലിലെ മാനേജറുടെ ബൈക്കിലാണ് ജസ്റ്റിൻ അവരുടെ അടുക്കലേക്ക് പോയത്. ഏറെ നേരമായിട്ട് തിരികെ വരാതായപ്പോൾ ജസ്റ്റിൻ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്നായിരുന്നു ഹോട്ടലിലെ മറ്റു ജീവനക്കാരും മാനേജറും കരുതിയത്. ഉച്ച കഴിഞ്ഞ് ജസ്റ്റിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെയാണ് സഹോദരൻ സുനിൽ രാജിന്റെ മാനേജർ വിവരം അറിയിച്ചത്. ജീവനക്കാരുടെ വാടക വീട്ടിൽ അന്വേഷിച്ചെത്തിയ സഹോദരൻ ജസ്റ്റിൻ സഞ്ചരിച്ച ബൈക്ക് അവിടെ കാണാത്തതിനാൽ തിരികെ പോയി. പിന്നാലെ പോലീസിൽ പരാതി അറിയിച്ച ശേഷം വാടക വീട്ടിൽ വീണ്ടും എത്തി പരിശോധിച്ചപ്പോഴാണ് അടുക്കളയ്ക്ക് സമീപം ജസ്റ്റിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജസ്റ്റിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത നേപ്പാൾ സ്വദേശി ഡേവിഡ് വധശ്രമം, മോഷണമടക്കം ഒട്ടേറെ ക്രിമിനൽ കേസുകളെ പ്രതിയെന്നാണ് പിന്നീടുള്ള വെളിപ്പെടുത്തലുകൾ. രാജേഷ് ബോക്സിംഗ് താരമായിരുന്നു. ഇയാളുടെ ഇടിയിലാണ് ജസ്റ്റിൻ രാജിന്റെ പരുക്കുകൾ കൂടുതലും സംഭവിച്ചിരിക്കുന്നത്. നെഞ്ചിന്റെ എല്ലിന് പൊട്ടലും രാജേഷിന്റെ ഇടിയിൽ സംഭവിച്ചതാണ്. ഡേവിഡ് എറണാകുളം, കോവളം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മോഷണം, അടിപിടി കേസുകളിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. പൂജപ്പുര ജയിലിൽ 30 ദിവസത്തെ റിമാൻഡ് ശിക്ഷ നേരിട്ട വ്യക്തിയാണ്. അതിനുശേഷമാണ് ഇയാൾ ഇടപ്പഴിഞ്ഞിലെ ഹോട്ടലിൽ ജോലിക്കായി വന്നത്. ഫേസ്ബുക്കിലെ പരസ്യം കണ്ടായിരുന്നു ഡേവിഡ് ജോലിക്കായി ജസ്റ്റിൻ രാജിനെ സമീപിച്ചത്. ജോലിക്ക് കയറിയ ദിവസം മുതൽ മറ്റു ജീവനക്കാരോടും കടയിൽ എത്തുന്നവരോടും ഇയാൾ ദേഷ്യപ്പെടുന്നത് പതിവായിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും ഇയാൾക്ക് കേസുകൾ ഉണ്ടോയെന്നും പോലീസ് പറഞ്ഞു. ഡേവിഡിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത ചില രേഖകൾ അത് വ്യാജമാണെന്ന് പോലീസ് സംശയിക്കുകയാണ്. നേപ്പാളിലെ വിലാസവും ക്രിമിനൽ കേസ് വിവരങ്ങളും അന്വേഷിക്കാൻ എന്തായാലും നടപടിക്രമങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.